ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹക്കൂട്. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള തരിക്കഞ്ഞി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തരിക്കഞ്ഞിയാണ്. തരിക്കഞ്ഞി തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 ലിറ്റർ പാല്. 1 ലിറ്റർ പാലിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് 5 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ സേമിയ. ഞാനിവിടെ റോസ്റ്റഡ് റവയും സേമിയയുമാണ് യൂസ് ചെയ്യുന്നത്. സേമിയ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല, പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 6 പീസ് ചെറിയ ഉള്ളി, ജസ്റ്റ് ഒന്ന് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ തരിക്കഞ്ഞിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. 3 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. 1 നുള്ളു ഉപ്പ്, ആവശ്യത്തിന് യൂസ് ചെയ്യാൻ നെയ്യ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. തരിക്കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം, അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വറുത്ത റവയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രൈഡ് സേമിയയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി മധുരമായാൽ തരിക്കഞ്ഞിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. 5 ടേബിൾ സ്പൂണൊക്കെ കറക്റ്റ് ആയിരിക്കും. കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ല രുചിയാണ് ഈ തരിക്കഞ്ഞി കഴിക്കാനായിട്ട്. നോൻപാകുമ്പോഴേക്കും സാധാരണഗതിയിൽ ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഇത് വാങ്ങുന്നത്. ഈ ടൈമിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത്ര സേഫ് അല്ല. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പാല് നന്നായിട്ട് തിളച്ചു വരട്ടെ. തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന റവയും സേമിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അതുവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. സേമിയ ആഡ് ചെയ്യുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കുള്ളൂ ഇത് കഴിക്കാനായിട്ട്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈ തരിക്കഞ്ഞി കഴിക്കുന്നതോ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല രുചിയാണ് ഇതിന്. പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 3 ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഒത്തിരി തിക്കാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തരിക്കഞ്ഞി തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി തിക്കാവും. ഇനി ഇതിലേക്ക് നമുക്ക്
കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് ഒഴിക്കണം. ഇനി നമുക്ക് ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ ഫ്രൈ ചെയ്ത് തരിക്കഞ്ഞിയിലേക്ക് ചേർക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 6 പീസ് ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ തരിക്കഞ്ഞിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുമ്പോഴേക്കും ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയ ഉള്ളിയും കാഷ്യൂനട്ടും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം കിസ്മിസ് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഈവനിങ് സ്നാക്കിന് പകരം എനർജി ഡ്രിങ്ക് ആയോ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. Thank you.